ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പലരും നമ്മുടെ ഈ ഒരു തംബ്നെയിൽ കണ്ട് എന്തുവാണെന്നൊരു കൗതുകത്തിലായിരിക്കണം മിക്കവാറും നമ്മുടെ ഈ ഒരു വീഡിയോയിലോട്ട് കയറി വന്നിട്ടുള്ളത്. അതായത് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ മറ്റാരും ഈ ഒരു കണ്ടൻറ്റിനെ പറ്റി അധികം വീഡിയോ ചെയ്തിട്ടില്ലെന്ന് തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ അതെന്തെങ്കിലും ആയിക്കോട്ടെ, എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂടെ ജസ്റ്റ് ഒരു സ്റ്റോറി കേൾക്കുന്ന രീതിയിൽ മാത്രം നിങ്ങൾ ഈ ഒരു സംഭവം കേട്ട് പോയാൽ മതി. കാരണം ഞാൻ തംബ്നെയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള പോലെ തന്നെ അതായത് നമ്മുടെ മനുഷ്യരുടെ ഭാവിയിൽ ഒരു വലിയൊരു മാറ്റം കൊണ്ടുവന്നിട്ടുള്ളൊരു കഥയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂടെ നോക്കാൻ പോകുന്നത്. അപ്പം ആ ഒരു കഥയ്ക്ക് ഏറ്റവും വലിയൊരു നാഴികക്കല്ലായിട്ട് മാറിയിട്ടുള്ള ഒരു സ്പേസ് ഷിപ്പാണ് നമ്മുടെ ഇക്കാരിസ് സ്പേസ് ഷിപ്പ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സ്പേസ് ഷിപ്പ് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിലൂടെല്ലാം പറയാൻ പോകുന്ന ആ ഒരു കഥ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂടെ ഈ ഒരു ഇക്കാരിസ് സ്പേസ് ഷിപ്പ് എന്താണെന്നാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സമയം കളയാതെ ഈ ഒരു ഇക്കാരിസ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ അതായത് ജസ്റ്റ് ഒരു ഷോർട്ട് ഫോം ആണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഇൻ്റർനാഷണൽ കോർപ്പറേഷൻ ഫോർ ആനിമൽ റിസർച്ച് യൂസിങ് സ്പേസ് എന്നാണ് ഈ ഒരു ഇക്കാരിസിൻ്റെ ഫുൾ ഫോം വരുന്നത്. അപ്പം ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു സ്പേസ് ഷിപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ANSA എന്നുള്ള നമ്മുടെ നാസയുടെ തന്നെ മറ്റൊരു കമ്പനിയാണ്. അതായത് അമേരിക്കൻ നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളൊരു കമ്പനിയാണ് ഒരു ഇക്കാരിസ് സ്പേസ് ഷിപ്പ് എന്നുള്ളൊരു സംഭവം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ദൗത്യം കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു സ്പേസ് ഷിപ്പിൻ്റെ മറ്റൊരു പ്രത്യേകത നോക്കുകയാണെങ്കിൽ സോളാർ സെയിലിംഗ് ടെക്നോളജി എന്നുള്ളൊരു ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള ആദ്യത്തെ സ്പേസ് ഷിപ്പാണ് നമ്മുടെ ഇക്കാരിസ് സ്പേസ് ഷിപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത നോക്കുകയാണെങ്കിൽ അതായത് നമ്മുടെ സ്പേസിലൂടെ ലൈറ്റ് സ്പീഡ് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടെക്നോളജി ഉള്ളൊരു സ്പേസ് ഷിപ്പാണ്. അതായത് ഫോട്ടോണിക് പ്രൊപ്പൽഷൻ എഞ്ചിൻ എന്നുള്ളൊരു സംഭവം യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു ഇക്കാരിസ് സ്പേസ് ഷിപ്പ് വർക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതേപോലെ തന്നെ 1972 ജനുവരി 14 കേപ്പ് കെനഡി എന്നുള്ളൊരു സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു ഇക്കാരിസ് സ്പേസ് ഷിപ്പ് എന്നുള്ളൊരു സംഭവം ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു സ്പേസ് മിഷന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഷിപ്പ് മാത്രം സ്പേസിലോട്ട് വിടാൻ വേണ്ടിയിട്ടല്ല അവർ ഈ ഒരു മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ട്രാവലിംഗ് അക്രോസ് സ്റ്റാർസ് എന്നാണ് ഇവരുടെ ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത്. നമ്മുടെ മിൽക്കി വേ ഗാലക്സി കഴിഞ്ഞിട്ട് മറ്റ് നക്ഷത്രങ്ങളിലേക്ക് നല്ല ലൈറ്റ് സ്പീഡിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മിഷൻ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെന്തിനായിരിക്കും എന്നൊക്കെ പലർക്കും ഇപ്പോഴേ ഊഹിക്കാവുന്നത് തന്നെയാണ്. അപ്പം ഈ ഒരു മിഷന് വേണ്ടി 4 ആസ്ട്രോനട്ടുകളാണ് അവർ ചൂസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഒരാളെന്ന് പറയുന്നത് ജോർജ് ടൈലർ എന്നാണ്. അപ്പം ഈ ഒരു ജോർജ് ടൈലറിന് നമ്മൾ ഈ പറയാൻ പോകുന്ന ഈ ഒരു വലിയ സ്റ്റോറിയിൽ വലിയൊരു പ്രാധാന്യം കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. രണ്ടാമത് ജോൺ ലാൻഡോൺ, മൂന്നാമത് തോമസ് ഡോഡ്ജ്, പിന്നീട് നാലാമത് മേരി ആൻ സ്റ്റുവർട്ട് എന്നുള്ളൊരു ഫീമെയിൽ ആസ്ട്രോനട്ടും ഇവരുടെ ഒരു കൂട്ടത്തിനകത്തുണ്ടായിരുന്നു. അപ്പം എന്തായാലും നമ്മുടെ ഈ ഒരു ഷിപ്പിൻ്റെ മറ്റൊരു പ്രത്യേകതയിലോട്ട് നോക്കുകയാണെങ്കിൽ അതായത് ഈ ഒരു 4 ആസ്ട്രോനട്ടിനും അതായത് ഭൂമിയിൽ എത്ര നാൾ കഴിയുന്നുണ്ട്, അതേപോലെ തന്നെ സ്പേസ് ടൈമിൽ എത്ര വേരിയേഷൻ വരുന്നുണ്ട്, ഇതൊക്കെ അറിയാൻ വേണ്ടി ഈ ഒരു സ്പേസ് ഷിപ്പിനകത്ത് 2 മോണിറ്ററും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു മെയിൻ മിഷൻ എന്ന് പറയുന്നത് 18 മാസം ട്രാവൽ ചെയ്തിട്ട് 2000 ലൈറ്റ് ഇയേഴ്സ് അച്ചീവ് ചെയ്യണം എന്നാണ് ഇവരുടെ ഫസ്റ്റ് മിഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു മിഷന് വേണ്ടിയിട്ട് ഇവർ സ്പേസിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതായത് ഇവർക്ക് തീർച്ചയായിട്ടും ഏജിങ് പ്രോബ്ലം എന്നുള്ളൊരു സംഭവം വരും. അപ്പം ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി ഹൈബ്രനേഷൻ എന്നുള്ളൊരു സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഡീപ് സ്ലീപ്പിലേക്ക് പോകും. അതായത് ഇത്ര വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മുടെ ബോഡിക്ക് ഒരു അതിൻ്റേതായിട്ടുള്ള വളർച്ചയോ കാര്യങ്ങളോ സംഭവിക്കത്തില്ല. അപ്പം ഹൈബ്രനേഷൻ എന്നുള്ളൊരു പ്രോസസ്സിലോട്ട് 4 ആസ്ട്രോനട്ടും പോകുന്നതായിട്ട് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അതിനുശേഷം അവരിങ്ങനെ സ്പേസിലൂടെ ഈ ഒരു ട്രാവൽ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിനകത്ത് സ്പേസ് ഷിപ്പിന് എന്തോ ഒരു മാനുഫാക്ചറിങ് സംഭവിച്ചിട്ട് ഈ 4 ആസ്ട്രോനട്ടും കിടന്നിരുന്ന ഒരു ഹൈബ്രിഡേഷൻ ക്യാപ്സ്യൂളിനകത്ത് നമ്മുടെ മേരി ആൻ സ്റ്റുവർട്ട് എന്നുള്ള ഒരു ആസ്ട്രോനട്ട് കിടന്നിരുന്ന ആ ഒരു ക്യാപ്സ്യൂളിന് എന്തോ ഒരു തകരാറ് പറ്റിയിട്ട് അവർക്ക് ഏജിങ് പ്രോബ്ലം അല്ലെങ്കിൽ വയസ്സാവുന്ന ആ ഒരു സംഭവം സംഭവിച്ചിട്ട് അവർ നാച്ചുറലി മരിച്ചു വന്നിട്ടാണ് പിന്നീട് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്. പിന്നീട് ഇതിനകത്ത് സർവൈവ് ആയിട്ടുള്ള ജോർജ് ടൈലർ, ജോൺ ലാൻഡോൺ, തോമസ് ഡോഡ്ജ് ഇവർ 3 പേരുമായിരുന്നു ഇതിനകത്ത് ഇവർ മാക്സിമം സർവൈവ് ചെയ്തിട്ടുള്ള 3 ആസ്ട്രോനട്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഇവർ സ്പേസിലോട്ട് പോകുന്ന സമയത്ത് ആ ഒരു മാൽഫങ്ഷൻ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, ആ ഒരു സംഭവം സംഭവിച്ചതിൻ്റെ റീസൺ എന്തുവാണെന്നൊന്നും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ അതിൻ്റെ ഒരു കാരണം കൊണ്ട് ഇവരുടെ ഈ ഒരു ഷിപ്പ് തകരാറാവുകയും ആക്സിഡൻ്റലി ഒരു പ്ലാനറ്റിനകത്തോട്ട് അവർക്ക് എമർജൻസി ലാൻഡിങ് ചെയ്യേണ്ടി വരുന്നതായിട്ടാണ് നമുക്ക് പിന്നീട് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. അങ്ങനെ ഈ ഒരു എമർജൻസി ലാൻഡിങ് ചെയ്തിട്ടുള്ള ഈ ഒരു പ്ലാനറ്റിനകത്ത് അവർ ഇറങ്ങിയതിന് ശേഷം ഇവർ കണ്ടുപിടിക്കുന്നുണ്ട് അത്യാവശ്യം മനുഷ്യർക്ക് ബ്രീത് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഓക്സിജനും അതേപോലെ തന്നെ നമ്മുടെ ഭൂമിയിൽ കാണുന്ന പോലെ സിമിലർ ആയിട്ടുള്ള വെള്ളമൊക്കെ ഉള്ള ഒരു ഗ്രഹത്തിലാണ് ഇവർ ആക്സിഡൻ്റലി ക്രാഷ് ലാൻഡ് ചെയ്തിട്ടുള്ളതെന്ന് അവർ കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പം ഇവിടുന്ന് ഇനി പുറത്തിറങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഈ പറയാൻ പോകുന്ന ഒറിജിനൽ കഥ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യം വെച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഈ ഒരു ഇക്കാരിസ് സ്പേസ് ഷിപ്പിൻ്റെ ഒരു പ്രാധാന്യം എന്തുവരുന്നത്. അതായത് ഇവർ ഈ ഒരു പ്ലാനറ്റിൽ വന്ന് ഇറങ്ങിയതിന് വരെ മാത്രമല്ല ഈ ഒരു ഷിപ്പിന് ഒരു പ്രാധാന്യം ഈ ഒരു കഥയിലുള്ളത്. ഇനിയും ഈ ഒരു കഥ എത്രത്തോളം നീണ്ടു പോകുന്നോ അത്രത്തോളം ഈ ഒരു ഇക്കാരിസ് സ്പേസ് ഷിപ്പിന് ഒരു പ്രാധാന്യം ഈ ഒരു സ്റ്റോറിയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു പോർഷൻ വെച്ചിട്ട് ഞാൻ ഈ ഒരു ഇക്കാരിസ് ഷിപ്പിനെ പറ്റിയിട്ടുള്ള ഏകദേശം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്നുള്ള രീതിയിൽ ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ്. അതായത് ഇതിൻ്റെ ഞാൻ പറഞ്ഞു വരാൻ പോന്നിട്ടുള്ള ഈ ഒരു സ്റ്റോറി ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പം നിങ്ങൾക്ക് അറിയാവുന്നത് വെച്ചിട്ട് ഈ ഒരു ആക്സിഡൻ്റലി ഈ ഒരു പ്ലാനറ്റിൽ ഇറങ്ങിയതോട് വരെയാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ഇക്കാരിസ് ഷിപ്പിൻ്റെ പ്രാധാന്യം തീർന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്ന്
എന്ന് തന്നെ 100% എടുത്ത് പറയാൻ പറ്റും. ഇനി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിലൂടെ എല്ലാം പറയാൻ പോകുന്ന സ്റ്റോറിക്കകത്ത് ഏറ്റവും നല്ലൊരു ഇമ്പോർട്ടൻസ് വഹിക്കാൻ പോകുന്ന ഒരു സ്പേസ് ഷിപ്പ് തന്നെയാണ് നമ്മുടെ ഇക്കാരി സ്പേസ് ഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിന് വേണ്ടി ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ ഈ ഒരു പ്ലേലിസ്റ്റിനകത്ത് ഫസ്റ്റ് തന്നെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ ഇനി വിടാൻ പോകുന്ന നെക്സ്റ്റ് വീഡിയോ മുതലായിരിക്കും നമ്മൾ ഈ ഒരു തംബ്നെയിൽ പറഞ്ഞൊക്കെ ആ ഒരു ഹ്യൂമൻ ഹിസ്റ്ററിയിൽ വരുത്തിയ ഒരു വലിയ മാറ്റത്തിന് കാരണമായിട്ടുള്ള ഒരു സ്റ്റോറിയിലോട്ട് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്യുന്ന രീതി തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ ഗൈസ്.